നാഗമണി. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. കുംഭാഭിഷേകത്തിൻ്റെ ആഘോഷങ്ങൾ എല്ലാം അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൻ്റെ ഇളംവെയിൽ ഗ്രാമത്തെ പൊതിഞ്ഞിരുന്നു. ആ സമയത്താണ് കാശി നാഗമണിയുടെ വീട്ടുമുറ്റത്തേക്ക് നടന്നു വന്നത്. മുറ്റത്ത് പൂക്കൾ നനച്ചുകൊണ്ടിരുന്ന നാഗമണി ആ കാഴ്ച കണ്ട് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. തമ്പുരാൻ, അവൾ പരിഭ്രമത്തോടെ വിളിച്ചു. പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ വെച്ച് ഉമ്മറത്തേക്ക് ഓടി വന്നു. മുഖത്ത് ആദരവും ചെറിയൊരു ഭയവും ഒരുപോലെ നിറഞ്ഞിരുന്നു. തമ്പുരാനി, അവൾ കൈകൾ കുപ്പി തല ഉണിച്ചു. ഒന്ന് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്നേനെ. അവളുടെ ശബ്ദത്തിൽ വിനയവും പരിഭ്രമവും നിറഞ്ഞിരുന്നു. കാശി നേർത്തൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി. എല്ലാ പ്രാവശ്യവും നിന്നെ വിളിപ്പിക്കണമെന്നില്ലല്ലോ നാഗമണി. ശാന്തമായ ശബ്ദത്തിൽ കാശി തുടർന്നു. ചിലപ്പോൾ എനിക്കും ഒരാളുടെ വീട്ടിലേക്ക് നേരിട്ട് വരാൻ തോന്നും. ആ വാക്കുകൾ കേട്ടതും നാഗമണി അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ നിശബ്ദയായി നിന്നു. കാശി ഒരു നിമിഷം നാഗമണിയെ നോക്കിയിരുന്നു. നമുക്ക് പോയാലോ? അവൻ്റെ ചോദ്യം കേട്ട് നാഗമണി അമ്പരന്നു. എങ്ങോട്ട്? കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു. കാശിയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നിന്റെ നാട്ടിലേക്ക്, കൃഷ്ണപുരത്തേക്ക്. ആ വാക്കുകൾ കേട്ടത് നാഗമണിയുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. ഇപ്പോഴും വിശ്വസിക്കാനാതെ അവൾ വീണ്ടും ചോദിച്ചു. അതെ, കാശി ശാന്തമായി തലയാട്ടി. ഇപ്പോൾ തന്നെ. അവൻ വീടിന് പുറത്തേക്ക് വിരൽ ചൂണ്ടി. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ കുതിരവണ്ടി തയ്യാറായിട്ടുണ്ട്. ഒരു നിമിഷം നിർത്തി പുഞ്ചിരിയോടെ തുടർന്നു. കൂട്ടിന് ഞാനും ഉണ്ടാകും. നാഗമണിയുടെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിച്ചു. പോവാമോ? കാശിയുടെ ചോദ്യം വീണ്ടും മുഴങ്ങി. വർഷങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്ന് വിശ്വസിക്കാൻ പോലും നാഗമണിക്ക് കഴിഞ്ഞില്ല. നിറഞ്ഞ കണ്ണുകളോടെ അവൾ കാശിയെ നോക്കിയിരുന്നു. ആ സന്തോഷത്തിൽ വാക്കുകൾ പോലും അവളെ വിട്ടുപോയിരുന്നു. നാഗമണിയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. പോവാം, അവൾ മെല്ലെ തലയാട്ടി. ആ മറുപടി കേട്ടതും കാശിയുടെ മുഖത്തും സംതൃപ്തിയുടെ പുഞ്ചിരി തെളിഞ്ഞു. ഇരുവരും വീടിന് പുറത്തേക്ക് നടന്നു. വീടിന്റെ മുന്നിൽ രാജകീയ കുതിരവണ്ടി തയ്യാറായി നിന്നിരുന്നു. കാശി ആദ്യം വണ്ടിയിലേക്ക് കയറി. ശേഷം തിരിഞ്ഞ് നാഗമണിയെ നോക്കി. ഒരു വാക്കുപോലും പറയാതെ അവൻ മെല്ലെ തൻ്റെ കൈ അവൾക്ക് നേരെ നീട്ടി. നാഗമണി ഒരു നിമിഷം മടിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ കാശിയുടെ മുഖത്തും നീട്ടിയ കൈയിലും മാറി മാറി പതിഞ്ഞു. ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വിറയുന്ന വിരലുകളോടെ അവൾ തൻ്റെ കൈ അവൻ്റെ കയ്യിൽ വെച്ചു. അവളുടെ കരം കാശിയുടെ കരത്തിൽ പതിഞ്ഞ നിമിഷം അവൻ ഉറച്ച പിടിയോടെ അവളെ താങ്ങി വണ്ടിയിലേക്ക് കയറ്റി. നാഗമണി സുരക്ഷിതമായി വണ്ടിയിൽ കയറിയെങ്കിലും അവളുടെ ഹൃദയടുപ്പ് മാത്രം ശാന്തമായില്ല. അറിയാതെ ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം തമ്മിലടഞ്ഞു. ആ നിശബ്ദ നിമിഷത്തിൽ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പറയാതെ പറഞ്ഞ പല വികാരങ്ങളും ആ ഒരു നോട്ടത്തിൽ ഒളിഞ്ഞിരുന്നു. കുതിരവണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങി. ഇരുവശത്തുമുള്ള വയലുകളും മരങ്ങളും പിന്നിലേക്ക് ഒഴുകിപ്പോയി. എന്നാൽ യാത്രയിലുടനീളം ഇരുവർക്കുമിടയിൽ മൗനം മാത്രമായിരുന്നു. നാഗമണി തലവണിച്ചിരുന്നപ്പോൾ കാശി ഇടയ്ക്കിടെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ നിശബ്ദത പൊളിച്ചത് കാശിയായിരുന്നു. ഇങ്ങനെ രണ്ടുപേരും മിണ്ടാതിരുന്നാൽ, അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ കുതിര പോലും ഉറങ്ങിപ്പോവും. ഒരു നിമിഷം നിർത്തി ചെറുചിരിയോടെ അവൻ കൂട്ടിച്ചേർത്തു. അതുപോലെ ഞാനും. ആ വാക്കുകൾ കേട്ട് നാഗമണി അറിയാതെ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കലകലയായി കുതിരവണ്ടിക്കുള്ളിൽ മുഴങ്ങി. അവൾ പെട്ടെന്ന് ചിരി നിർത്തി. ചെറിയൊരു ചമ്മലോടെ കാശിയെ നോക്കി. കാശിയും അവളുടെ ചിരി കണ്ട് പുഞ്ചിരിച്ചു. ഇങ്ങനെ ചിരിക്കുമ്പോഴാണ് നിനക്ക് കൂടുതൽ ഭംഗി. കാശി സ്വാഭാവികമായി പറഞ്ഞ വാക്കുകൾ കേട്ടതും നാഗമണിയുടെ കവിളുകൾ ചുവന്നു കൊടുത്തു. അവൾ വീണ്ടും തലവലിച്ചെങ്കിലും ചുണ്ടിലെ പുഞ്ചിരി മാത്രം മാഞ്ഞില്ല. നാഗമണി, കാശി മെല്ലെ വിളിച്ചു. ആ വിളി കേട്ടതും നാഗമണി തലവരുത്തി അവനെ നോക്കി. എന്താ തമ്പുരാനി? കാശി ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് കണ്ണോടിച്ചു. നോക്കൂ, ദൂരെയായി പച്ചപ്പ് നിറഞ്ഞ വയലുകൾ കാറ്റിൽ തലയാട്ടുന്നു. മലനിരകൾ നീലനിറമുള്ള മേഘങ്ങളെ തൊട്ടു നിൽക്കുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളച്ചാട്ടം വെള്ളനൂൽ പോലെ താഴേക്ക് വധിക്കുന്നു. എത്ര മനോഹരാണല്ലേ ഈ വയലുകളും മലകളും വെള്ളച്ചാട്ടവും. നാഗമണിയുടെ കണ്ണുകളും ആ കാഴ്ചയിലേക്ക് നീണ്ടു. മുഖത്ത് ശാന്തമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ തമ്പുരാനി, ഈശ്വരൻ മനുഷ്യർക്ക് അനുഗ്രഹമായി നൽകിയ പ്രകൃതിയുടെ സൗന്ദര്യമാണിത്. അവളുടെ മറുപടി കേട്ട് കാശി പുഞ്ചിരിച്ചു. പിന്നെ പതിയെ അവളുടെ നേർക്ക് തിരിഞ്ഞു. അതെ. ഒരു നിമിഷം അവളെ നോക്കിയതിനു ശേഷം അവൻ തുടർന്നു. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത്
നാഗമണി ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ ചിരിയേക്കാൾ മനോഹരമായ കാഴ്ച ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആ വാക്കുകൾ കേട്ടതും നാഗമണിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. കവിളുകൾ ചുവന്നു കൊടുത്തു. അവൾക്ക് കാശിയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ചെറുചമ്മലോടെ അവൾ മോന്തിരിച്ച് പുറത്തുള്ള പ്രകൃതിയിലേക്ക് നോക്കി. എന്നാൽ അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞ പുഞ്ചിരി മാത്രം മറയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാശിയും നേരത്തെ ഒരു പുഞ്ചിരിയുടെ മുന്നിലെ പ്രകൃതിയിലേക്ക് നോക്കി. കാറ്റ് അവൻ്റെ മുടിയിഴകളെ തലോടി കടന്നുപോയി. പക്ഷെ അവൻ്റെ മനസ്സ് ആ മലകളിലോ വയലുകളിലോ ആയിരുന്നില്ല. അറിയാതെ അത് നാഗമണിയുടെ പുഞ്ചിരിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പറയാൻ കഴിയാത്ത ചില വികാരങ്ങൾ അവൻ്റെ ഉള്ളിൽ പതിയെ ചലിച്ചു തുടങ്ങി. അതിനെന്ത് പേരിടണമെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. അവനൊന്നും പറഞ്ഞില്ല. നാഗമണിയും ഒന്നും ചോദിച്ചില്ല. പക്ഷേ ആ മൗനം ഭാരമുള്ളതായിരുന്നില്ല. പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയ രണ്ട് ഹൃദയങ്ങളുടെ ശാന്തമായ മൗനമായിരുന്നു അത്. കുതിരവണ്ടി പച്ചപ്പ് നിറഞ്ഞ വയലുകൾക്കിടയിലൂടെ മെല്ലെ മുന്നോട്ട് നീങ്ങി. മലയിടുക്കുകളിലൂടെ വീശിയെത്തിയ തണുത്ത കാറ്റും ദൂരെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ സംഗീതവും അവരുടെ യാത്രയ്ക്ക് കൂട്ടായി. ആ യാത്രയിൽ വാക്കുകൾ കുറവായിരുന്നു. എന്നാൽ ആ മൗനം പോലും അവർ രണ്ടുപേരും ഹൃദയം നിറഞ്ഞ് ആസ്വദിക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇരുട്ട് പതിയെ ഭൂമിയെ മൂടിത്തുടങ്ങി. ആകാശത്ത് നക്ഷത്രങ്ങൾ ഓരോന്നായി തെളിഞ്ഞു. കാശി ചുറ്റും നോക്കിയ ശേഷം പറഞ്ഞു, രാത്രിയായി, ഇനി കുറച്ചുനേരം എവിടെയെങ്കിലും വിശ്രമിക്കാം. നാഗമണി മെല്ലെ തലയാട്ടി. ശരി തമ്പുരാനി. അല്പദൂരം കൂടി സഞ്ചരിച്ച ശേഷം വലിയൊരു ആൽമരത്തിന്റെ തണലിൽ കാശി കുതിരവണ്ടി നിർത്തി. കുതിരയെ അഴിച്ചുവിട്ട് വെള്ളം കുടിക്കാൻ വിട്ടു. ചുറ്റും രാത്രിയുടെ ശാന്തത മാത്രം. ചീവീട്ടുകളുടെ നേർത്ത ശബ്ദവും ഇളങ്കാറ്റിന്റെ തലോടലും ആ നിശബ്ദതയ്ക്ക് കൂടുതൽ ഭംഗി നൽകി. നാഗമണി വണ്ടിയിൽ നിന്ന് പതിയെ ഇറങ്ങി. കാശിയും അവളുടെ അരികിലെത്തി. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നോട്ടത്തിൽ മൗനത്തിന് പോലും പറയാൻ കഴിയാത്ത എന്തോ ഉണ്ടായിരുന്നു. ആ ഇളം തണുപ്പുള്ള രാത്രി നക്ഷത്രങ്ങൾ മാത്രം അവരുടെ നിശബ്ദതയ്ക്ക് സാക്ഷിയായി നിന്നു. നേരം പുലരുന്നതുവരെ നമുക്കിവിടെ വിശ്രമിക്കാം. കാശി ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് ശാന്തമായി പറഞ്ഞു. പിന്നെ അവൻ നാഗമണിയുടെ നേർക്ക് തിരിഞ്ഞു. പേടിയുണ്ടോ? നാഗമണി സംശയത്തോടെ അവനെ നോക്കി. എന്തിനു തമ്പുരാനി? കാശി ഒരു നിമിഷം മിണ്ടാതിരുന്നു. അന്യനായ ഒരു പുരുഷനോടൊപ്പം ഈ രാത്രി ഇവിടെ കഴിയേണ്ടി വരുന്നതിന്. നാഗമണിയുടെ ചുണ്ടിൽ നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു. പേടിയില്ല. അവളുടെ മറുപടി കേട്ട് കാശി അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തുകൊണ്ട്? നാഗമണി ശാന്തമായി മറുപടി പറഞ്ഞു. ഒരു സ്ത്രീയുടെ മാനവും അഭിമാനവും സ്വന്തം ജീവനൊക്കെ വിലമതിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളുടെ കണ്ണുകൾ നേരെ കാശിയുടെ കണ്ണുകളിലേക്ക് ഉയർന്നു. അതുകൊണ്ട് എനിക്ക് തമ്പുരാനെ വിശ്വാസമാണ്. ആ വാക്കുകൾ കേട്ട കാശി ഒരു നിമിഷം നിശബ്ദനായി. അവൻ്റെ മുഖത്ത് മൃദുവായൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ വിശ്വാസം ഒരിക്കലും തകരില്ല നാഗമണി. ആ രാത്രിയിൽ അവർ ആൽമരത്തിന്റെ തണലിൽ വിശ്രമത്തിനൊരുങ്ങി. അവർക്കിടയിൽ ഉണ്ടായിരുന്നത് ഭയമോ അസ്വസ്ഥതയോ അല്ല, പരസ്പര ബഹുമാനവും വിശ്വാസവും മാത്രമായിരുന്നു. ആ രാത്രി ദീർഘമായ യാത്രയുടെ ക്ഷീണം കാരണം കാശി ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നു. നാഗമണിക്ക് ഉറക്കം പൂർണ്ണമായി വന്നിരുന്നില്ല. ഇടയ്ക്കിടെ അവൾ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഉണങ്ങിയ ഇലകൾ ഞെരിയുന്ന നേർത്ത ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞത്. നാഗമണി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ഇരുട്ടിനിടയിൽ മുഖംമൂടി ഒരാൾ പതുങ്ങി പതുങ്ങി കാശിയുടെ നേരെ നീങ്ങിയായിരുന്നു. അവന്റെ കയ്യിൽ മിന്നിത്തിളങ്ങുന്ന ഒരു കത്തിയുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ നാഗമണി കാശിയുടെ മുന്നിലേക്ക് ചാടി. സ്വയം രക്ഷപ്പെടുന്നതിനേക്കാൾ കാശിയെ രക്ഷിക്കാനായിരുന്നു അവളുടെ ചിന്ത. അവൾ ശക്തിയായി കാലുയർത്തി അയാളുടെ നെഞ്ചിലേക്ക് ചവിട്ടി. കൊള്ളക്കാരൻ അലറിക്കൊണ്ട് പിന്നിലേക്ക് തെറിച്ചു വീണു. ആ ശബ്ദം രാത്രിയുടെ നിശബ്ദത കയറി മുറിച്ചു. ശബ്ദം കേട്ടതും കാശി പെട്ടെന്ന് കണ്ണുറന്ന് എഴുന്നേറ്റു. ഒരു നിമിഷം കൊണ്ട് സാഹചര്യം മനസ്സിലാക്കിയ അവന്റെ കണ്ണുകൾ കൂർമ്മമായി. മുന്നിൽ നിലത്ത് വീണുകിടക്കുന്ന മുഖമൂടിക്കാരനെയും അവന് മുന്നിൽ കാശിയെ മറിച്ച് ധൈര്യത്തോടെ നിൽക്കുന്ന നാഗമണിയെ കണ്ടപ്പോൾ കാശി ഒരു നിമിഷം സ്തംഭിച്ചു പോയി. കാശി പൂർണ്ണമായി എഴുന്നേൽക്കുന്നതിന് മുമ്പേ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇരുട്ടിൽ നിന്ന് ഒന്നിനു പിന്നിലെ ഒന്നായി മുഖംമൂടി ധരിച്ച കൊള്ളക്കാർ മുന്നോട്ട് പാഞ്ഞു വന്നു. പക്ഷെ നാഗമണി ഒട്ടും പതറിയില്ല. അവളുടെ ചലനങ്ങൾ മിന്നൽ വേഗത്തിലായിരുന്നു. ഒരാൾ അടുത്തെത്തിയപ്പോൾ അവൾ ഒഴിഞ്ഞുമാറി അവനെ തള്ളിയിട്ടു. മറ്റൊരാൾ കൃത്യമായൊരു പ്രകടനത്തിൽ നിലത്ത് വീഴ്ത്തി. ബാക്കിയുള്ളവരും അവളുടെ ധൈര്യത്തിന് മുന്നിൽ പതറിപ്പോയി. ഹിമമൂടി തുറക്കുന്ന വേഗത്തിൽ എല്ലാം കഴിഞ്ഞിരുന്നു. കൊള്ളക്കാർ നിലത്തിടുന്ന വേദന കൊണ്ട് പൊളയുകയായിരുന്നു. കാശി ആ കാഴ്ച നോക്കി ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു. അവന്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഒരു ചെറിയൊരു ശബ്ദം കേട്ടൽ ഭയന്നിരുന്ന ആ നാഗമണിയാണോ ഇന്ന് തന്റെ ജീവന് വേണ്ടി ഒരു ഭയം കൂടാതെ നിരവധി ആക്രമികളെ നേരിട്ടത്?
അവൻ്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. നാഗമണി. അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് അറിയാതെ ആ പേര് മാത്രം പുറത്തു വന്നു. ആ നിമിഷം കാശി മനസ്സിലാക്കി, ഭയമില്ലാത്തവനല്ല ധീരൻ. ഭയത്തെ മറികടന്ന് പ്രിയപ്പെട്ടവരെ കാക്കാൻ മുന്നോട്ട് വരുന്നവനാണ് യഥാർത്ഥ ധീരൻ. ആ രാത്രി നാഗമണി അതിന് ജീവിച്ചിരിക്കുന്ന തെളിവായി അവൻ്റെ മുന്നിൽ നിന്നു. കൊള്ളക്കാർ പരസ്പരം താങ്ങിപ്പിടിച്ച് എഴുന്നേറ്റു. ഓടൂ. ഒരാൾ ഭയത്തോടെ വിളിച്ചു പറഞ്ഞതും എല്ലാവരും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ചുറ്റും വീണ്ടും നിശബ്ദത നിറഞ്ഞു. കാശിയുടെ കണ്ണുകളിലെ അത്ഭുതം അപ്പോഴും മാറിയിരുന്നില്ല. നാഗമണി. കാശി മെല്ലെ വിളിച്ചു. തമ്പുരാനി. വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നു? കാശിയുടെ ചോദ്യം കേട്ട് നാഗമണിയുടെ ചുണ്ടിൽ നേരത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയിൽ ആത്മവിശ്വാസവും അഭിമാനവും നിറഞ്ഞിരുന്നു. തമ്പുരാനി, അവൾ ശാന്തമായി പറഞ്ഞു, ഞാൻ ജനിച്ചത് ധീരതയുടെ മരണം വരെ പൊരുതിയ ശ്രീ രാജരാജേശ്വരി അമ്മയുടെ മണ്ണിലാണ്. ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കിയ ശേഷം അവൾ തുടർന്നു, ഈ ധൈര്യം എനിക്ക് പാരമ്പര്യമായി ലഭിച്ചതാണ്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ആദ്യ പാഠം ഇതായിരുന്നു. അവളുടെ ശബ്ദം കൂടുതൽ ഉറച്ചു. ഓരോ സ്ത്രീയും സ്വയം രക്ഷിക്കാൻ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ എല്ലാ പെൺകുട്ടികളും കളരിപ്പയറ്റ് അഭ്യസിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ അഭിമാനം തിളങ്ങി. ആ ആചാരം ഇന്നും ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു. രണ്ടു കൈകളും കൂപ്പി അവൾ ആദരവോടെ പറഞ്ഞു, ശ്രീ രാജരാജേശ്വരി അമ്മ ഞങ്ങൾക്കൊരു രാജ്ഞി മാത്രമല്ല, ഞങ്ങളുടെ ഗുരുവും ഞങ്ങളുടെ പ്രചോദനവും ഞങ്ങളുടെ ദൈവവുമാണ്. ആ വാക്കുകൾ കേട്ട കാശിയുടെ കണ്ണുകളിൽ വീണ്ടും ആദരവ് നിറഞ്ഞു. അവൻ ആദ്യമായി നാഗമണിയെ ഒരു നർത്തകിയായി മാത്രമല്ല, ധൈര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പാരമ്പര്യം പേറുന്ന ഒരു സ്ത്രീയായി കാണുകയായിരുന്നു. കാശി ഒരു നിമിഷം നാഗമണിയെ നോക്കിയിരുന്നു. അപ്പോൾ അവൻ മെല്ലെ ചോദിച്ചു, അന്ന് ആ സ്ത്രീകൾ നിന്നെ അവമാനിച്ചപ്പോൾ നിനക്ക് ഇത്രയും ധൈര്യവും കളരിപ്പറ്റി അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീ തിരിച്ചടിച്ചില്ല? നാഗമണിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അവൾ ഒരു നിമിഷം മൗനമായി നിന്നു. പിന്നെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, രാജേശ്വരി അമ്മ ഞങ്ങളെ പഠിപ്പിച്ച ഒരു വാക്കുണ്ട് തമ്പുരാനെ. അവൾ ആദരവോടെ കൈകൾ കൂപ്പി. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കെതിരെ നിങ്ങളുടെ കൈ ഒരിക്കലും ഉയരരുത്. അവർ എത്ര തെറ്റിയതായാലും ആദ്യം ക്ഷമിക്കാൻ പഠിക്കണം. അതാണ് യഥാർത്ഥ ശക്തി എന്നമ്മ പറഞ്ഞിരുന്നു. അവൾ കാശിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അന്ന് എന്നെ അവമാനിച്ചത് സ്ത്രീകളായിരുന്നു. എനിക്ക് തിരിച്ചടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ ലംഘിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നാഗമണിയുടെ മറുപടി കേട്ട് കാശി ഒരു നിമിഷം നിശബ്ദനായി. അവളുടെ ധൈര്യത്തേക്കാൾ വലുത് അവളുടെ ആത്മനിയന്ത്രണമാണെന്ന് അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. പിറ്റേന്ന് രാവിലെ ദീർഘയാത്രയ്ക്ക് ശേഷം കുതിരവണ്ടി കൃഷ്ണപുരത്തിൻ്റെ അതിർത്തിയിലെത്തി. നാഗമണി. കാശി മെല്ലെ വിളിച്ചു, നിന്റെ നാടെത്തി. ആ വാക്കുകൾ കേട്ടതും നാഗമണി വണ്ടിയുടെ തിരശ്ശീല മെല്ലെ മാറ്റി പുറത്തേക്ക് നോക്കി. പരിചിതമായ പച്ചപ്പും പഴയ വഴികളും ദൂരെ ഏർന്നു നിൽക്കുന്ന കൊട്ടാരത്തിൻ്റെ ഗോപുരവും. ആ കാഴ്ചകൾ കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൃഷ്ണപുരം. വിറയുന്ന ചുണ്ടുകളോടെ അവൾ മന്ത്രിച്ചു. കാശി കുതിരവണ്ടി നിർത്തി. നാഗമണി പതിയെ താഴേക്കിറങ്ങി. ഒരു നിമിഷം അവൾ നിശ്ചലയായി നിന്നു. പിന്നെ കുനിഞ്ഞ് ഇരുകൈകളാലും ആ മണ്ണ് വാരിയെടുത്തു. ആദരവോടെയും സ്നേഹത്തോടെയും ആ മണ്ണിൽ അവൾ ചുംബിച്ചു. എൻ്റെ ജന്മഭൂമി. കണ്ണുനീർ ആ മണ്ണിലേക്ക് വീണു. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിന്നെ വീണ്ടും കാണുന്നത്. ആ കാഴ്ച കണ്ടിരുന്ന കാശി ഒന്നും പറഞ്ഞില്ല. നാഗമണിയുടെ മനസ്സിൽ ആ മണ്ണിനോടുള്ള സ്നേഹവും കടപ്പാടും എത്ര ആഴമുള്ളതാണെന്ന് അവൻ നിശബ്ദമായി തിരിച്ചറിഞ്ഞു. തുടരുന്നു.